നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ബീഹാറും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശം മൂത്ത നേതാക്കൾ വാവിട്ട വാക്കുകൾ പറയുന്നത് പതിവാണ്. ഇത്തവണ കമൽനാഥാണ് അത്തരമൊരു കുരുക്കിൽപ്പെട്ടത്. മുൻ കോൺഗ്രസ് നേതാവ് ഇമർത്തി ദേവിക്കെതിരായ മോശം പദപ്രയോഗത്തിൽ മാപ്പപേക്ഷ കൊടുത്തെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരാം. ന്യൂസ്18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നാൽ അതികായന്മാരുടെ പോരാട്ടമാണ്. ഒരു കാലത്ത് ജയ്പ്രകാശ് നാരായണനും കർപ്പൂരി ഠാക്കൂറുമായിരുന്നെങ്കിൽ പിന്നീടത് ലാലു പ്രസാദിലേക്കും പതിയെ നിതീഷ് കുമാറിലേക്കും നീങ്ങി. 2020 പക്ഷേ പോരാട്ടം യുവാക്കളുടേതാണ്. RJD നയിക്കുന്ന തേജസ്വി യാദവും LJPയുടെ ചിരാഗ് പാസ്വാനും തമ്മിലാണ് മത്സരം. आप लोग बताओ, 15 साल में नीतीश जी रोजगार दिए, कारखाना लगाए, पलायन रोके, गरीबी मिटाए। ബീഹാർ രാഷ്ട്രീയമെന്നാൽ ആൾക്കൂട്ടങ്ങളുടെ രാഷ്ട്രീയമാണ്. ആര് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നോ അവരാണ് ബീഹാറിലെ രാഷ്ട്രീയ അതികായൻ. 1980-കൾ മുതൽ ആ അംഗീകാരം ലാലു പ്രസാദ് യാദവിനായിരുന്നു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അഴിമതി കേസിൽ ജയിലിലായ ലാലുവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രചാരണത്തിനിറങ്ങാൻ സാധിച്ചില്ല. പിതാവ് ജയിലിലായതിനാൽ തേജസ്വി യാദവാണ് RJDയെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ പ്രവർത്തന ശൈലിയിൽ നിന്ന് വേറിട്ടതൊന്ന് സൃഷ്ടിച്ച് അച്ഛന്റെ നിഴലിൽ നിന്ന് മാറിയുള്ള രാഷ്ട്രീയ തന്ത്രമാണ് തേജസ്വി ഇത്തവണ ബീഹാറിൽ പയറ്റേണ്ടത്. അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അതിന്റെ തെളിവാണ് ജഹാനാബാദിലെ ഈ തെരഞ്ഞെടുപ്പ് റാലി. അതെ, ബീഹാർ രാഷ്ട്രീയത്തിന്റെ പ്രതിബിംബമായ ആൾക്കൂട്ടം ആർത്തിരമ്പുകയാണ് വെറും 31 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ വാക്കിൽ. ചെറുപ്പക്കാരുടെ വോട്ട് ബാങ്കാണ് ഇത്തവണ മഹാഗഠബന്ധൻ ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥികളിലേറെയും യുവാക്കളാണ്. അതിന് കാരണവുമുണ്ട്. ബീഹാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയോ വികസന മുരടിപ്പോ അല്ല, മറിച്ച് തൊഴിലില്ലായ്മയാണ്. അതുതന്നെയാണ് RJDയുടെ പ്രധാന പ്രചരണായുധവും. ये मुद्दों पे बात नहीं करना चाहते. बेरोजगारी, गरीबी, भूखमरी, पलायन, कारखाने, उद्योग, नौकरियों के बारे में ये बात नहीं करना चाहते. महंगाई के बारे में बात नहीं करना चाहते. हम तो पहले दिन से कहते आ रहे हैं, नीतीश कुमार जी थक चुके हैं, अब उनसे बिहार नहीं संभल गया. കോൺഗ്രസും ഇടതു പാർട്ടികളും ഇതേ തന്ത്രം തന്നെയാണ് പയറ്റുന്നത്. ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരദ് യാദവിന്റെ മകൾ സുഭാഷിണി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ ചേർന്നത്. ചേർന്ന ഉടൻ തന്നെ ബീഹാറിഗഞ്ച് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി. मेरे फादर LJD के संरक्षक हैं. ना वो, ना मैं, ना मेरे परिवार का कोई भी आदमी LJD पार्टी का हिस्सा है. LJD पार्टी उनकी विचारधाराओं पे बनाई हुई पार्टी है, उनके लोगों द्वारा. वो लोग अगर इस मैदान पे उतर रहे हैं तो बहुत अच्छी बात है, उनके विचारों को आगे ले जाएं. मैं और मेरे पिताजी महागठबंधन का हिस्सा थे. ശത്രുഘ്ൻ സിൻഹയുടെ മകൻ ലവ് സിൻഹയ്ക്ക് ബംഗിപ്പൂർ മണ്ഡലത്തിലാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. മുൻ കോൺഗ്രസ് നേതാവ് സദാനന്ദ് സിംഗിന്റെ മകൻ ശുഭാനന്ദ് മുകേഷിനും കോൺഗ്രസ് സീറ്റ് നൽകി. ഇടതു പാർട്ടികൾ ബീഹാറിൽ വീണ്ടും യുവാക്കളെ ആകർഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുതന്നെയാണ് CPML പോലുള്ള പാർട്ടികളുമായി RJD സഖ്യം രൂപീകരിച്ചത്. കനയ്യ കുമാറിനെ പോലുള്ളവർ നേതൃനിരയിലേക്ക് എത്തിയിരിക്കുന്നതും യുവാക്കളെ ഇടതു പാർട്ടികളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. AISF, CPIMLന്റെ വിദ്യാർത്ഥി സംഘടനയായ AISA എന്നിവയുടെ നേതാക്കളായ 1 ഡസനോളം പേർക്ക് ഇടതു കക്ഷികൾ ഇത്തവണ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിതീഷിന്റെ രാഷ്ട്രീയ അടിത്തറയിൽ വിള്ളലുണ്ടാക്കണമെങ്കിൽ മഹാദളിതുകളുടെയും മറ്റ് പിന്നാക്ക ജാതികളുടെയും ഇടയിൽ സ്വാധീനമുള്ള മറ്റൊരു കക്ഷി വേണം. ഈ ഘടകവും ഇടതു പാർട്ടികളുടെ പ്രസക്തി കൂട്ടുന്നു.
ഏറെ ചർച്ച ചെയ്യപ്പെട്ട നേതാവ് ചിരാഗ് പാസ്വാനാണ്. കേന്ദ്രത്തിൽ NDAയുടെ ഒപ്പമുള്ള LJP പക്ഷേ ബീഹാറിൽ ഇടഞ്ഞു നിൽക്കുകയാണ്. LJP ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന തീരുമാനമെടുത്തത് ചിരാഗ് പാസ്വാനാണ്. അച്ഛൻ രാംവിലാസ് പാസ്വാന്റെ മരണത്തോടെ LJPയുടെ അന്തിമ വാക്കായി മാറാൻ ചിരാഗിന് സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളിലെ ഭൂരിഭാഗം പേരെയും വിജയിപ്പിക്കാനാകുമെന്ന് ഉറപ്പില്ലെങ്കിലും ബീഹാറിൽ കാര്യമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഈ നീക്കത്തിലൂടെ ചിരാഗ് പാസ്വാന് സാധിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരണത്തിൽ നിർണായക ശക്തിയാകാൻ LJPക്ക് സാധിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. जीत कर अगर दोनों की संख्या इतनी आ जाती है कि लोजपा की भाजपा और जदयू मिलकर सरकार बना लेंगे तो उसके बाद मेरी जरूरत भी कहाँ है, पर संख्या आनी भी चाहिए. ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ വോട്ടർമാരിൽ 24% യുവാക്കളാണ്. 1990 ശേഷം ജനിച്ചവർ. ഇവർക്ക് ബീഹാറിൽ ഉണ്ടായിരുന്ന ജംഗൽ രാജിനെ കുറിച്ച് അറിയില്ല. ഇതും യുവാക്കളെ കൂടുതലായി മത്സരരംഗത്തിറക്കാൻ രാഷ്ട്രീയ കക്ഷികളെ പ്രേരിപ്പിച്ചു. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രചാരകരായി എത്തുമ്പോഴും ബീഹാറിൽ കളം നിറയ്ക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. കോവിഡിനൊപ്പം ചില ഹീറോസിനെ നമുക്ക് കിട്ടി. അവരിൽ ഒരാളാണ് നീലം സിംഗ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മുംബൈ നഗരത്തിന്റെ താരമായി മാറിയിരിക്കുകയാണ് നീലം സിംഗ്. മുംബൈ നഗരത്തിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ സർക്കാരിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ തികയാതെ വന്നു. സ്കൂളുകൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളും ക്വാറന്റൈൻ കേന്ദ്രങ്ങളുമായി മാറി. സ്കൂൾ ബസ്സുകൾ കോവിഡ് രോഗികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളായി ഉപയോഗിച്ചു. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവറായി പ്രവർത്തിക്കാം. ആരെയും നിർബന്ധിക്കില്ല. ഇങ്ങനെയായിരുന്നു പ്രവർത്തനം. ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവറായിരുന്ന നീലം സിംഗ് ഒന്നും ആലോചിച്ചില്ല. താൻ ഓടിച്ചിരുന്ന ബസ് ആംബുലൻസ് ആക്കിയപ്പോൾ അതിന്റെ ഡ്രൈവറായി പ്രവർത്തിക്കാൻ നീലം തയ്യാറായി. क्योंकि कोरोना में भी कोई काम करने को तैयार नहीं था. फिर हमको बोला गया कि भाई कुल स्कूल की गाड़ियों को कोरोना में काम करना है. ठीक है, ऐसा लगा कि सेवा भी करेंगे और प्लस ड्यूटी भी. മാസങ്ങളോളം കോവിഡ് രോഗികളെ ആശുപത്രിയിലും തിരികെ വീട്ടിലുമൊക്കെ എത്തിച്ചു. അതൊരു പുതിയ അനുഭവമായിരുന്നു നീലത്തിന്. उनका अपना तो कोई नहीं था जो उनको ये बोले कि हम हैं, आप आइए. और जब उनको हम लेकर गए, वापस लेके आए, जो उन्होंने इतना हमको ब्लेसिंग दिया, आशीर्वाद दिया. कोरोना था फिर भी वो हमें छू रहे थे, लेकिन फिर भी अच्छा फील हो रहा था कि हमें कुछ नहीं होगा. वो तो चीज लम्हा है सर, जो कभी भूल नहीं पाएंगे. ഇതിനിടെ നീലം കോവിഡ് ബാധിതയായി. ജോലി ഏറ്റെടുക്കുമ്പോൾ തന്നെ അത്തരം ഒരു സാഹചര്യം നേരിടേണ്ടി വരുമെന്ന് നീലത്തിനറിയാമായിരുന്നു. കോവിഡ് ഭേദമായിട്ടും നീലം ജോലിയിൽ തുടരാൻ സന്നദ്ധയായിരുന്നു. ആ ഘട്ടത്തിൽ കുടുംബത്തിന്റെ എതിർപ്പ് കൂടി മറികടന്നാണ് നീലം ജോലിയിൽ തുടർന്നത്. तो मेरी वजह से मेरे मॉम को भी हो गया, मेरे हस्बैंड को भी हुआ, तो इसीलिए हम लोग ने पूरा प्रिकॉशन लेके हम घर में रहे. और जब फिर ठीक हो गए तो फिर घर वालों ने कहा बस अब नहीं जाना है. मैंने कहा अब तो कोरोना हो गया है, अब तो सवाल ही नहीं उठता है डरने का. तो बस नेक्स्ट डे से मैं निकल गई. പക്ഷേ അതിലൊന്നും നീലത്തിന് പരിഭവമില്ല. സമൂഹത്തിന് വേണ്ടി ഇത്തരം ഒരു സേവനം ചെയ്യാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് നീലം സിംഗ് ഇന്ന്. എത്ര കാലം ആവശ്യപ്പെടുന്നു അത്രയും നാൾ ഈ പ്രവൃത്തി തുടരാനാണ് നീലത്തിന്റെ ആഗ്രഹം. ലോക്ക്ഡൌൺ കാരണം 7 മാസത്തിലേറെയായി സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. ഓൺലൈൻ ക്ലാസുകളും റോഡരികിലെ തുറന്ന സ്ഥലങ്ങളിലെ പഠനവുമായി ക്ലാസുകൾ മുന്നോട്ട് പോയി. എന്നാൽ ഇതിനൊക്കെ വ്യത്യസ്തമായി ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ക്ലാസ് എടുപ്പ് നടക്കുകയാണ് ലൗഡ് സ്പീക്കറിലൂടെ. ഗുജറാത്തിലെ പാർപ്പാട ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ക്ലാസ് എടുക്കുന്നത് പള്ളികളിലെ ബാങ്ക് വിളി പോലെ ലൗഡ് സ്പീക്കറിലൂടെയാണ്. വികസനത്തിലും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ഗുജറാത്തിലെ ഗ്രാമങ്ങളിലൊന്നാണ് പാർപ്പാട. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനമൊന്നും ഇവിടെ പ്രായോഗികമല്ല. ഈ പരിമിതികളെ മറികടക്കാൻ നാട്ടുകാരും അധ്യാപകരും ചേർന്ന് കണ്ടെത്തിയ മാർഗമാണ് ലൗഡ് സ്പീക്കറിലൂടെയുള്ള ക്ലാസുകൾ.
കുട്ടികൾക്ക് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ പൊതുയിടങ്ങളിലിരുന്നോ ക്ലാസ് കേൾക്കാം. കമ്പ്യൂട്ടറുകളുടെയും മൊബൈൽ ഫോണിന്റെയും അസാന്നിധ്യമാണ് ഇത്തരമൊരു പരീക്ഷണത്തിന് മുതിരാൻ അധ്യാപകരെ പ്രേരിപ്പിച്ചത്. പാർപ്പാടയിൽ മാത്രമല്ല ഇത്തരം പരീക്ഷണം നടന്നത്. ഝാർഖണ്ഡിലെ ഡുംക ജില്ലയിലെ വൻഗാത്തി ഗ്രാമത്തിലും സമാന രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ അധ്യാപകർ ഓട്ടോറിക്ഷയിൽ വേണ്ട സാമഗ്രികളുമായി എത്തി കുട്ടികളെ കൂട്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. 10,000 वेरी गुड ഛത്തീസ്ഗഡിൽ രുദ്ര റാണ എന്ന അധ്യാപകൻ ബൈക്കിൽ സഞ്ചരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. इसको मैंने 100% बच्चों की उपस्थिति हो इसके लिए एक तरीका मैंने सोचा कि क्यों ना अगर बच्चे स्कूल नहीं जा पा रहे हैं तो मैं खुद स्कूल को बच्चों तक ले जाऊं और फिर इस छतरी में एक छोटा सा वाइट बोर्ड रखा हूं, साथ में एक छोटा सा पुस्तकालय रखा हूं, उसमें कुछ कहानी की किताबें हैं, कुछ पाठ्य पुस्तक किताबें हैं और गली गली जाने से फायदा हो रहा है कि बच्चे संक्रमित होने खतरे भी बच जा रहे हैं. अलग अलग मोहल्ले के बच्चे अलग अलग जगह बैठ रहे हैं. സാങ്കേതികവിദ്യ ഇന്നും കടന്നു ചെല്ലാത്ത പ്രദേശങ്ങൾ അവരുടേതായ മാർഗങ്ങൾ കണ്ടെത്തി പരിമിതികളെ മറികടക്കുകയാണ് ഈ കോവിഡ് കാലത്ത്. ഭാവിയിലും ഇത്തരം സ്വാർത്ഥതയില്ലാത്ത കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പദമായി ഇന്ന് ക്രൗഡ് ഫണ്ടിംഗ് മാറിക്കഴിഞ്ഞു. എന്നാൽ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള തുക കണ്ടെത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ ഒരു 8 വയസ്സുകാരൻ. ക്ലാസ് മുറികൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും സ്കൂളുകളിലെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സാമ്പത്തിക ശക്തി കുറഞ്ഞ സ്കൂളുകൾ ഓൺലൈൻ ക്ലാസുകൾക്കടക്കമുള്ള ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണ്. ഇതിനു പുറമെയാണ് ബോർഡുകൾക്ക് നൽകാനുള്ള പരീക്ഷാ ഫീസ്. വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചാണ് ഈ തുക അടയ്ക്കുന്നത്. എന്നാൽ സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ലാത്ത കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തുക കണ്ടെത്തുക പ്രയാസമാണ്. ഇവരെ സഹായിക്കുകയാണ് ഡൽഹി ബേഗംപൂർ സ്വദേശിയായ 8 വയസ്സുകാരൻ അധിരാജ് സെയ്ജ്വാൾ. സർക്കാർ സ്കൂളിലെ അധ്യാപികയായ അമ്മ തന്റെ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികളുടെ ഫീസ് അടയ്ക്കുന്നത് കണ്ടാണ് അധിരാജ് വിഷയം അറിയുന്നത്. ഇതോടെ കൂടുതൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തന്റെ കുടുക്കയിലെ പണം നൽകി. 12,500 രൂപയുണ്ടായിരുന്നു അധിരാജിന്റെ കയ്യിൽ. 5 പേരുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ മാത്രമാണ് ഈ തുക സഹായകമായത്. ഇതോടെ കൂടുതൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായി അധിരാജ്. അതിനായി കണ്ടെത്തിയ മാർഗമാണ് ക്രൗഡ് ഫണ്ടിംഗ്. 5 लोगों बच्चों की कर देता हूँ फीस. फिर ऐसे ही मैंने फिर देखा तो बहुत सारे लोग भी थे जो हेल्प करना चाह रहे थे. मैं 5 वैसे अराउंड 80-90 बच्चों को तो हो ही जाएगा. मुझे अच्छा लगा कि हमारे साथ और लोगों की मदद हो रही है जो पैसे दे नहीं सकते. बहुत सारी कंप्लेंट्स आ रही थी कि पेरेंट्स दे नहीं रहे, किसी के पेरेंट्स स्कूल जाने के लिए मना कर रहे थे कि मत जा, पढ़ाई छोड़ दो, है ना. तो मुझे अच्छा लगा कि कोई है जो मदद करने के लिए तैयार है फीस फाउंडेशन करने के लिए. तो मुझे बहुत अच्छा लगा अंदर से. അധിരാജിന്റെ പരിശ്രമം ഫലം കണ്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. തുക നൽകി സഹായിച്ചവർക്ക് നന്ദി അറിയിച്ച് ചെറിയ കാർഡുകളും അധിരാജ് എഴുതി തയ്യാറാക്കി നൽകി. അധിരാജിന്റെ പരിശ്രമങ്ങൾക്ക് മികച്ച പിന്തുണയാണ് അച്ഛനും അമ്മയും നൽകിയത്. एकदम से बोला 5 मिनट बाद कि मम्मा मेरे पास एक आइडिया है, मेरा पिगी बैंक है, उसमें मेरे काफ़ी पैसे इकट्ठे हुए हैं. तो ही प्रॉमिस्ड कि मम्मा मैं 5 बच्चों को अपनी तरफ से वो करता हूँ स्पॉन्सर टाइप्स. तो हमें लगा कि भी ये काफ़ी अच्छा आइडिया है. एंड फिर हमने सोचा कि भी बाकी 4-5 बच्चों को हम स्पॉन्सर कर देंगे, सो एटलीस्ट वी कैन डू आवर बिट. तो ऐसे ये सारा आइडिया स्टार्ट हुआ. फिर धीरे धीरे फिर मैंने यही बात फैमिली में डिस्कस की आगे. तो एक मतलब फैमिली मेम्बर ने बताया कि भाई वाई डोंट यू स्टार्ट अ फंड रेजिंग. तो हमें क्या मिलाप के थ्रू फिर हमने कांटेक्ट किया उनको और फिर हमने एक क्या कहते हैं कैंपेन रेज किया. 10+2 വിദ്യാർത്ഥികളുടെ CBSE ബോർഡ് എക്സാമിനുള്ള തുകയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കണ്ടെത്തിയത്. ഏകദേശം
100 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ ഈ തുക മതിയാകും. ഇത്തരം പരിശ്രമങ്ങൾ ഭാവിയിലും തുടരാനാണ് അധിരാജിന്റെ തീരുമാനം. ബദ്രിനാഥ് ക്ഷേത്രത്തിലെത്തുന്നവർ വിശ്വാസത്തിന്റെ ഭാഗമായി സന്ദർശിക്കുന്ന ഇടമാണ് പരിതാൽ. വിശ്വാസികളല്ലാത്തവരും ഇവിടെ എത്താറുണ്ട്. കണ്ണിന് ഇമ്പമുള്ള കാഴ്ചയാണെങ്കിലും തടാകം അപകടകാരിയാണെന്ന നിഗമനത്തിലാണ് ഭൗമശാസ്ത്രജ്ഞരും ദുരന്ത നിവാരണ സേനയും. പ്രളയത്തിന്റെയും തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെയും തീവ്രതയുടെ കാരണം തേടിയുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് പല അനുമാനങ്ങളിലേക്കാണ്. അതിൽ ആവർത്തിച്ചു കണ്ടത് ചൗരാബാരി തടാകത്തിന്റെ സാന്നിധ്യമാണ്. ക്ഷേത്രത്തിന് മുകളിലുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്ത ഈ തടാകം കേദാർനാഥിലെ നാശനഷ്ടങ്ങളുടെ പ്രധാന ഹേതുവായാണ് കണക്കാക്കപ്പെടുന്നത്. സമാനമായ ഒരു സ്ഥിതിയാണ് ഇന്ന് ബദ്രിനാഥിലുമുള്ളത്. അളകനന്ദ നദിക്ക് സമീപം രൂപപ്പെട്ട പരിതാൽ തടാകമാണ് ആശങ്കയ്ക്ക് കാരണം. ഏകദേശം 1 വർഷത്തിന് മേലെയായി ഈ തടാകത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങിയിട്ട്. തടാകം കാണാനും ഭംഗി ആസ്വദിക്കാനും നിരവധി പേർ എത്തുന്നുണ്ടെങ്കിലും തടാകത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പരിതാൽ തടാകം ക്ഷേത്രത്തിന് ഭീഷണിയല്ലെങ്കിലും വരും വർഷങ്ങളിൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന നിഗമനത്തിലാണ് വിദഗ്ധർ. ഇതിന് കാരണങ്ങളുമുണ്ട്. തടാകത്തിലെ ജലത്തിന്റെ അളവ് ഓരോ വർഷവും ഉയരുകയാണ്. വെള്ളത്തിന്റെ അളവ് ഉയർന്നാൽ അത് ഭൂമിയിലേക്ക് നൽകുന്ന മർദ്ദം കൂട്ടുകയും ഉയർന്ന പ്രദേശമായതിനാൽ തകർന്നു വീഴാനുള്ള സാധ്യതയും കൂടുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. തടാകത്തിന്റെ ചരിവ് 10 ഡിഗ്രിയിൽ കുറവാണെന്നതും ആശങ്കയുയർത്തുന്ന കാരണമാണ്. കാലവർഷത്തിൽ നിറഞ്ഞൊഴുകുന്ന അളകനന്ദയിലെ ജലം ഈ തടാകത്തിലേക്ക് എത്താറുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശവുമാണ് ബദ്രിനാഥിലേത്. ഏകദേശം 0.21 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഈ തടാകത്തിന്റെ മർദ്ദം ശക്തമായാൽ മറ്റൊരു ദുരന്തം ബദ്രിനാഥിനും ആവർത്തിക്കാൻ സാധ്യതയേറെയാണ്. ഒഡീഷ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രവും പുരി ജഗന്നാഥ ക്ഷേത്രവും ഒക്കെയാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമാണ് ഒഡീഷയിലെ ചരിത്രവും കാഴ്ചകളും. അത്തരത്തിലൊരു സ്ഥലമാണ് ധൗലി. ഭുവനേശ്വറിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ധൗലിഗിരി മലകൾ സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്നത് ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു. യുദ്ധത്തിന്റെ ശേഷിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ധൗലി. അശോക ചക്രവർത്തിയുടെ രാജശാസനം അടങ്ങിയ ശിലാലിഖിതങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അശോക ചക്രവർത്തി ധർമ്മപാത സ്വീകരിച്ചത് ഇവിടെ വെച്ചാണെന്നും കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാകണം ധൗലി ഒരു ന്യൂസ് 18 ഇന്ത്യയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണും വരെ നന്ദി, നമസ്കാരം.